കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം അത് നാളെ നടത്താനിരിക്കുകയാണ്. പക്ഷേ ഈ പ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം അത് വലിയ രീതിയിൽ മുറുകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയ വിദഗ്ധർ അതിദരിദ്രരെ നിർണയിച്ച മാനദണ്ഡം പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനാണ് ക്രെഡിറ്റ് എന്ന് അവകാശപ്പെട്ട് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ദാരിദ്ര്യമുക്തമാക്കിയ ശേഷം കേന്ദ്രം ക്രെഡിറ്റ് എടുത്തോട്ടെ എന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചത്. സംശയം ഉന്നയിച്ചുള്ള വിദഗ്ധരുടെ കത്ത് മന്ത്രി തള്ളിക്കളഞ്ഞു. ചരിത്രം സൃഷ്ടിക്കുന്ന മറ്റൊരു നേട്ടം കൈവരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഇന്ത്യ ഗവൺമെന്റിനാണ്. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. അതിലൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇതുപോലെ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, ഏറെ അഭിമാനത്തോടു കൂടി കാണേണ്ട ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല വിധത്തിലുള്ള സംശയങ്ങൾ വരുന്നു. എന്താണ് ഇതിന്റെ മാനദണ്ഡം തുടങ്ങി വിദഗ്ധരുടെ ഉൾപ്പെടെ ചോദ്യങ്ങൾ വരികയാണ്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രീയമായി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം മറുപടി അല്പസമയം മുമ്പ് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് തന്നിട്ടുണ്ടോ? പൂജ, അതിസുപ്രധാനമായൊരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വിവാദങ്ങളാണ് കത്തുന്നത്. അത് ഈ ക്രെഡിറ്റിനെ ചൊല്ലി മാത്രമല്ല, ഈ അതിദരിദ്ര മുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സാമ്പത്തിക വിദഗ്ധരും പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരുമെല്ലാം തദ്ദേശ വകുപ്പിനോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കിട്ടാത്തവർ, റേഷൻ കിട്ടിയാലും പാചകം ചെയ്യാൻ സ്ഥലമില്ലാത്തവർ, ആരോഗ്യസ്ഥിതി മോശമായവർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുടെ പട്ടിക, ഏതാണ്ട് പട്ടിക തയ്യാറാക്കി. അത് കിലയിൽ വോളണ്ടിയർമാരെ വെച്ചുകൊണ്ടാണ് അത്തരത്തിൽ പട്ടിക തയ്യാറാക്കിയത്. അതിനുശേഷം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് തദ്ദേശ വകുപ്പ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഗ്രാമസഭകളിൽ നിന്നും കിട്ടിയ കണക്ക് പ്രകാരമാണ് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതിപക്ഷം കാണുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ടാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ നടത്തുന്ന ഒരു പ്രഖ്യാപനമായിട്ട് മാത്രമാണ് ഈ പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത് ഇതാണ്: 5 ലക്ഷത്തോളം ആദിവാസികൾ കേരളത്തിലുണ്ട്. അവരെല്ലാം ഈ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കണക്കെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും സുപ്രധാനമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് നാളെ സംസ്ഥാനം പോകാനിരിക്കെ വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ കത്തുകയാണ്.